ഹായ്, ഇപ്പം നമ്മൾ വീഡിയോ വന്നിട്ട് കുറേ നാളായി. അതെന്തുകൊണ്ടാണ് നമ്മൾ വീഡിയോ ഇടാത്തതെന്ന് ഈ വീഡിയോ മുഴുവനായിട്ടും കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ഈ വീഡിയോസ് എല്ലാം ഷൂട്ട് ചെയ്തത് ഒരു മാസം മുന്നാണ് കേട്ടോ. ഒരു മാസത്തെ മുന്നത്തെ വിശേഷങ്ങളാണ് ഞങ്ങൾ ഒരു മാസം കഴിഞ്ഞിട്ടിടുന്നത്. ഇത് നമ്മുടെ കട്ടപ്പനയത്തെ പ്രൊജക്റ്റാണ് കേട്ടോ. ഇതിൻ്റെ ബേസ്മെൻറ്റ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ദാ ഇതിൻ്റെ ചുമരിൻ്റെ വർക്ക് സ്റ്റാർട്ടായി. എന്നിട്ടാണ് നമ്മൾ ഈ വീഡിയോ തന്നെ അപ്ലോഡ് ചെയ്യണത്. ഇതിൻ്റെ ബേസ്മെൻറ്റിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി കോൺക്രീറ്റിൻ്റെ അന്ന് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു പെൺകരുത്ത് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ കട്ടപ്പന ആയതുകൊണ്ടും നമ്മൾ കോട്ടയത്ത് സ്റ്റേ ആയത് കാരണം കൊണ്ട് ഇവിടെ വർക്കേഴ്സൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ 3 പിള്ളേരെയും കൊണ്ട് ഞാനും മുമ്പാടെ ഒരു ദിവസം രാവിലെ വന്ന് വൈകുന്നേരം ആകുമ്പോഴേക്ക് കംപ്ലീറ്റ് സാധനം പൊളിച്ച് മാറ്റിയ ആ സമയത്ത് എടുത്ത വീഡിയോ ആണത്. സാധാരണ നമ്മൾ ബേസ്മെൻറ്റൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഡേ തന്നെ എല്ലാ ഷട്ടറിങ്ങും ഡിസ്മാൻറ്റ്ലിങ് ചെയ്യാറുണ്ട്. പക്ഷേ ഇതിവിടെ ആൾക്കാരും ഇല്ലാത്തതുകൊണ്ടും പിന്നെ നമ്മൾക്ക് പെട്ടെന്ന് അടുത്ത സൈറ്റല്ലല്ലോ, ഒരുപാട് ദൂരമല്ലേ, അതുകൊണ്ട് ഒരു 4-5 ദിവസം കഴിഞ്ഞിട്ടല്ലേ, 4-5 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മളിത് വന്നിട്ട് മാറ്റിയത്. മാറ്റണേൻ്റെ എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ബേസ്മെൻറ്റ് ഇങ്ങനെ കോൺക്രീറ്റ് ചെയ്തിട്ട് അതുമ്പോൾ നമ്മൾ എത്ര വെള്ളം ഒഴിച്ചെടുത്തു കഴിഞ്ഞാലും അതിൻ്റെ ക്യൂറിങ് കറക്റ്റ് ആവില്ല. അപ്പോൾ മണ്ണിട്ട് ഫില്ല് ചെയ്തിട്ട് ആ മണ്ണ് കുതിർത്തുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ മണ്ണിൻ്റെ ഒരു തണുപ്പും അതിമത്തെ ഒരു വെള്ളവും ഈ കോൺക്രീറ്റ് വലിച്ചെടുക്കും. അപ്പോൾ അതിനും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഡിസ്മാൻറ്റ്ലിങ് ചെയ്തിട്ട് മണ്ണ് ഫില്ല് ചെയ്യണത്. ഞങ്ങൾ ഇത് മണ്ണ് ഫില്ലിങ്ങൊക്കെ പിന്നെ ഇബ്രാഹിം ചേട്ടൻ തന്നെ ഇതിൻ്റെ മുകളിൽ തന്നെ ഉണ്ടായിരുന്നില്ലേ മണ്ണ്. അപ്പോൾ അതൊന്ന് ഊരി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കത് മണ്ണെല്ലാം ഫില്ല് ചെയ്തിടാം. അത് കഴിഞ്ഞാൽ ഏകദേശം ഒരു 15 ദിവസം കട്ട്ലിങ് ജനലും ഉണ്ടാക്കേണ്ട ഒരു താമസം. അത് കഴിഞ്ഞാൽ നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് പോയതാണ്. ഈ വീഡിയോ ഇപ്പോൾ നമ്മൾ വോയിസ് ഓവർ കൊടുക്കുന്നത് വീണ്ടും കട്ടപ്പന തന്നെ ഇരുന്നിട്ടാണ്. അതിൻ്റെ വിശേഷമായിട്ടുള്ള വീഡിയോ ഞാൻ നാളെ ഇതിൻ്റെ മുകളിലത്തെ ചുമര് വെക്കണ വിശേഷമായിട്ടുള്ളൊരു വീഡിയോ നാളെ ഇടാമെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ അമ്മ പറഞ്ഞ പോലെ എന്തുകൊണ്ടാണ് വീഡിയോ ഇടാത്തതെന്നുള്ളത്, ഇതിപ്പോൾ നമ്മൾ കോട്ടയത്തു നിന്ന് വന്ന് കട്ടപ്പന വന്നത് ഡിസ്മാൻറ്റ്ലിങ് ചെയ്ത് അന്ന് തിരിച്ചു പോയി. അടുത്ത ദിവസം രാവിലെ ഇത് നമ്മളെ പിറവാണ് ജീച്ചേട്ടൻ്റെ സൈറ്റ്. അങ്ങനെ ഓരോ സൈറ്റിലും കയറിയിട്ട് ഇന്ന് ഇന്നെന്ന് പറഞ്ഞാൽ ആ ഒരു ദിവസം ഞങ്ങൾ എത്തിപ്പെടേണ്ടത് കണ്ണൂർ വരെ എത്തണം. അപ്പോൾ കണ്ണൂർ വരെ അങ്ങനെ വെറുതെ വണ്ടി ഓടിച്ച് പോയിട്ടും കാര്യമില്ല. നമ്മൾ പോകുമ്പോൾ ഓരോ സൈറ്റുകൾ കയറി അവിടുത്തെ ക്ലയൻറ്റിനെ കണ്ട്, അതല്ല നമ്മളവിടെ വർക്കിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സൈറ്റാണെന്നുണ്ടെങ്കിൽ ആ സൈറ്റിലൊക്കെ നിന്ന് അങ്ങനെയാണ് നമ്മൾ അങ്ങോട്ട് എത്തുക. അപ്പോൾ എന്തായി കഴിഞ്ഞാലും ഒറ്റയടിക്ക് കണ്ണൂർ എത്തില്ല എന്നുള്ളത് അറിയാം. ഒരു ദിവസം എവിടെയെങ്കിലും സ്റ്റേ ചെയ്തിട്ട് അടുത്ത ദിവസമേ കണ്ണൂർ എത്തുള്ളൂ. ഈ സൈറ്റിലത്തെയും വീഡിയോ ഞാൻ അതിന് ശേഷം ഇട്ടായിരുന്നു. ഇപ്പോൾ അതിലും പ്രോഗ്രസ് ആയിട്ടുണ്ട് അവിടെ. അപ്പോൾ ഇപ്പോൾ ഒന്നാമത്തെ കാര്യം ഇങ്ങനെ ഓട്ടമുള്ളത് കൊണ്ട് നമുക്ക് സ്ഥിരമായിട്ട് വീഡിയോ എടുക്കാനോ ഇടാനോ ഒന്നും ടൈം തീരെ കിട്ടണില്ല. അതാണ് മെയിൻ പ്രശ്നം. അങ്ങനെ പിറവത്തെ സൈറ്റ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ അവിടുന്ന് ഏറ്റവും അതിൻ്റെ അടുത്ത സൈറ്റായ കാഞ്ഞിരമറ്റത്തേക്കാണ് പോയത്. നമ്മൾ ശിവദാസേട്ടൻ്റെ സൈറ്റാണ്. മുകളിലത്തെ ചുമര് വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതേപോലെ തന്നെ ഈ വീടിൻ്റെ പാരപ്പറ്റെല്ലാം ഇപ്പോൾ ഒരുവിധം വീടുകൾക്കൊക്കെ പാരപ്പറ്റ് അവർ നമ്മളെയും കൊണ്ട് തന്നെ അല്ലേ കോൺക്രീറ്റിലാണ് ചെയ്യിക്കണത്. കോണിക്കൂടും ഇപ്പോൾ കോൺക്രീറ്റിൽ വേണമെന്നാണ് ശിവദാസേട്ടനും. അതെ, കോണിക്കൂട് ഇപ്പോൾ നമ്മൾ കോൺക്രീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. കട്ട കെട്ടാൻ ഇപ്പോൾ ആർക്കും താല്പര്യമില്ല. അപ്പോൾ ഇതിൻ്റെ മുകളിലൊരു കോണിക്കൂട് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ വീട് കാണാനായിട്ട് ഒരു 2 നില വീടിൻ്റെ ഒരു മേനിയുണ്ട്. ഇപ്പോൾ ഇത് ചുമര് കെട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് അന്നത്തെ ദിവസം. പക്ഷേ ഇന്നിപ്പോൾ അത് മെയിൻ സ്ലാബ് കഴിഞ്ഞ് കിടക്കുകയാണ് ആ വീട്. അങ്ങനെ ഈ സൈറ്റ് നമ്മൾ വന്ന് അത് കഴിഞ്ഞ് ഇനി അടുത്തത് പോകാൻ പോണത് ഇതാ. ഞങ്ങൾ 2020 കിഴക്കമ്പലത്തെ സൈറ്റിക്കാണ് കേട്ടോ. 2020 നമുക്ക് മെയിൻ സ്ലാബിന് എത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ 2020 അത് നോക്കാൻ വേണ്ടി പോവുകയാണ്. അതും ഒരു 1000 സ്ക്വയർ ഫീറ്റ് അടിയിലുള്ളൊരു വീടാണ് കേട്ടോ. ഇത് മെയിൻ സ്ലാബ് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയ പോക്ക്. പക്ഷേ അന്ന് ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല. അന്ന് ഞങ്ങൾ ഇതേപോലെ കോഴിക്കോട് കണ്ണൂരൊക്കെ പോയി വന്ന് അവിടുത്തെ ആൾക്കാർ വർക്ക് കഴിഞ്ഞ് ഇന്നിപ്പോൾ ഇവിടെ തിരിച്ചെത്തിയിട്ടുണ്ട്. നാളെ ഇതിൻ്റെ അപ്സ്റ്റെയർ വർക്ക് സ്റ്റാർട്ടിങ് തുടങ്ങാൻ പോവുക. ഈ വീടിൻ്റെ മെയിൻ സ്ലാബ് ഞങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. കാരണം നമ്മൾ തൃശ്ശൂർ തുടങ്ങിയ പുതിയ പ്രൊജക്റ്റിൻ്റെ അതിന് ഇപ്പോൾ ബേസ്മെൻറ്റ് ഏകദേശം കഴിഞ്ഞു കേട്ടോ. അന്ന് അതിൻ്റെ കുറ്റിയടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അത് കാരണം നമുക്ക് തീരെ ഒഴിവാക്കാൻ പറ്റാത്തതായതുകൊണ്ട് ഞങ്ങളിതിൻ്റെ മെയിൻ സ്ലാബ് അറ്റൻഡ് ചെയ്തില്ല കേട്ടോ. ചേട്ടന് ചെറിയൊരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ വരാത്തതിൽ. അപ്പോൾ നമ്മളത് പിന്നീട് നികത്താമെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്തു. അതെന്താ വെച്ചാൽ ഞാൻ എല്ലാ വീഡിയോയിലും പറയണ പോലെ തന്നെ നമ്മൾ വീടിൻ്റെ മെയിൻ സ്ലാബ് ചെയ്യണ സമയത്ത് ഞാനും നീയും പോവുകയെന്ന് പറയണത് ആ വീട്ടുകാർക്കൊരു സന്തോഷത്തിന് വേണ്ടിയിട്ട് മാത്രം പോവുകയാണ്.
പ്രത്യേകിച്ച് നമുക്കവിടെ പ്രത്യേകിച്ച് റോളൊന്നുമില്ല. കാരണം നമ്മളത് സ്ഥിരം ഒരേ ആൾക്കാർ എപ്പോഴും ചെയ്യണതാണ്. അവർക്കിതൊന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഒരു വീടിൻ്റെ ബേസ്മെൻറ്റ് ഫസ്റ്റ്, അതായത് കുറ്റിയടിക്കുന്ന സമയത്ത് എന്തായി കഴിഞ്ഞാലും ഞാൻ എന്തായാലും ചെന്നേ മതിയാവുള്ളൂ. അപ്പോൾ രണ്ടും ഒരേ ഡേറ്റിന് വരുന്ന സമയത്ത് നമ്മൾ മുൻതൂക്കം കൊടുക്കുക ബേസ്മെൻറ്റിൻ്റെ അങ്ങനത്തെ വർക്കിന്. അതിന് മുന്നേ നമ്മൾ പല സൈറ്റിലും അങ്ങനെ തന്നെ ചെയ്തിട്ടുള്ളത്. ഇത് നമ്മളെ ചേർത്തലത്തെ സൈറ്റാണ്. അതും മെയിൻ സ്ലാബ് കഴിഞ്ഞ് എല്ലാ ഇതും കഴിഞ്ഞ് കിടക്കുകയാണ്. ഇപ്പോൾ അവിടെയും 2 ദിവസത്തിൻ്റെ ഉള്ളിൽ അതിൻ്റെ അപ്സ്റ്റെയർ സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെ ഇത് കോഴിക്കോടുള്ള സൈറ്റാണ്. ഇതിങ്ങനെ ഓരോ വീഡിയോ മിക്സ് ആയതുകൊണ്ട് കാണുന്ന ആൾക്കാർക്ക് തന്നെ മനസ്സിലാവുണ്ടാവില്ല. അതെല്ലാം നിങ്ങൾക്ക് ഒരുപോലെ തോന്നുന്നുണ്ടായിരിക്കും. പക്ഷേ ഇത് കോഴിക്കോടാണ്. കോഴിക്കോട് കോർപ്പറേഷൻ്റെ ഉള്ളിൽ എന്താ സ്ഥലപ്പേര്? ഇത് ഫറൂഖിൻ്റെ അടുത്ത് തന്നെയാണ്. കിനാശ്ശേരി. നമ്മൾ സലാമയ്ക്ക് വേണ്ടി ചെയ്യണ വീടാണ് കേട്ടോ. ഇത് അടിയിൽ ഒരു 700 സ്ക്വയർ ഫീറ്റിന് താഴെയാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ അപ്സ്റ്റെയറും ഒരു 700 സ്ക്വയർ ഫീറ്റ് വരും കേട്ടോ. ഈ വർക്ക്, അതായത് ഇപ്പോൾ കാണുന്ന സ്റ്റേജൊന്നും അല്ല കേട്ടോ. ഇതിൻ്റെയൊക്കെ വർക്ക് കഴിഞ്ഞിട്ട് ആൾക്കാരെല്ലാം തിരിച്ചു വന്നു. ഞാൻ പറഞ്ഞല്ലോ, ഇത് ഏകദേശം ഒരുപാട് പഴയ വീഡിയോസാണ്. നമ്മളെല്ലാം പാടെ കൂടി മിക്സ് ചെയ്തിട്ടാണ്ട് അന്ന് പോകുമ്പോൾ മിക്സ് ചെയ്ത് വെച്ചതാണ്. പക്ഷേ ഇതുവരെ വോയിസ് ഓവർ കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ചെറിയ വീടാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ കോർണർ വിൻഡോ ഒക്കെ നമ്മൾ 5 കള്ളിയാണ് അവിടെ കോർണർ വിൻഡോ വെച്ചിരിക്കുന്നത്. അതായത് മാക്സിമം ഫ്രണ്ടിൽ നിന്നൊരു, അപ്പോൾ അതിൻ്റെ ഫ്രണ്ടത്തെ ഫുൾ ഫിനിഷ്, അതായത് ഇപ്പോൾ ചുമര് വെച്ചതിൻ്റെ വീഡിയോസൊന്നും നമ്മളടുത്ത് ഇല്ല. പിന്നെ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നതാണ് മരത്തിൻ്റെ ജനൽ വെക്കാൻ പറ്റുമോയെന്ന്. കണ്ടോളൂ, ഇനി ചോദിക്കരുത് കേട്ടോ മരത്തിൻ്റെ വെക്കാൻ പറ്റുമോയെന്ന്. ഇത് സലാംഖാൻ്റെ വീട്ടിൽ സലാംഖാൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന ജനലാണ്. അപ്പോൾ ഞങ്ങളോട് ചോദിച്ചു, മനോജ് എൻ്റെ അടുത്ത് 2 ജനലുണ്ട്, അത് വെക്കാൻ പറ്റുമോ? എന്താ വെക്കാൻ പറ്റായി? എല്ലാതും വെക്കാതെ. പക്ഷെ ഇതൊന്ന് പൊളിച്ചെടുക്കണം എന്ന് നിങ്ങൾ പറയരുതേ. കോൺക്രീറ്റ് ആയതുകൊണ്ട് ഇനി അത് പൊളിച്ചെടുക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സാധാരണ മരത്തിൻ്റെ ജനൽ കല്ലിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഈസിയാണ് പൊളിക്കാൻ. ഇത് ഇത്തിരി പണിയെടുക്കേണ്ടിരുന്നു മാത്രമേ. കാരണം ജനൽ കറക്റ്റായിട്ട് ഊരി മാറ്റാൻ പറ്റുമോ വെച്ച് കഴിഞ്ഞാൽ പറ്റില്ല. അതേപോലെ ഇനി ഒരു ജനലും കൂടി ഇരിക്കുന്നുണ്ട് ഇതിൻ്റെ അപ്സ്റ്റെയറിന് സെയിം റൂമിൻ്റെ മുകളിൽ വെക്കാനായിട്ട്. അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് തന്നെ വീണ്ടും കണ്ണൂരെത്തി. കണ്ണൂരായതുകൊണ്ട് നമ്മൾ ചെങ്കല്ലിനെ മോശമാക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഈ വീടിൻ്റെ ബേസ്മെൻറ്റ് ചെങ്കല്ലിലാണ്, അതിൻ്റെ മുകളിൽ കോൺക്രീറ്റിൽ. അപ്പോൾ നമ്മളെ കോൺക്രീറ്റിൻ്റെ ചുമരിൻ്റെ ഒരു ഇതാലോചിച്ച് നോക്കൂ. കണ്ണൂർ പിണറായി, അതായത് നമ്മൾ പിണറായി വിജയൻ്റെ ഒക്കെ ഏകദേശം തൊട്ടടുത്തായിട്ട് വരും ഈ ഒരു പ്രൊജക്റ്റ്. അപ്പോൾ അത്രയും ചെങ്കല്ല് കിട്ടുന്ന സ്ഥലത്തും കൂടിയും അവരും കൂടി നമ്മൾ കോൺക്രീറ്റിൽ വീട് വെക്കണം. ഇനി കയറിക്കൊണ്ടിരിക്കണോ. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലത്തെ കോണിക്കൂടും പാരപ്പറ്റും എല്ലാം കോൺക്രീറ്റ് തന്നെ വേണമെന്നാണ് പറയണത്. അതിപ്പോൾ ഈ സ്റ്റേജിൽ, അതായത് കഴിഞ്ഞു. ഇതൊക്കെ പിള്ളേർ ഇട്ടിരുന്ന ഫോട്ടോ ആണ്. അതിനുശേഷം ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല. അങ്ങനെ കണ്ണൂരിൽ നിന്ന് ഞങ്ങൾ നേരെ വയനാട്ടിലേക്കാണ് കേട്ടോ കയറിയത്. ഇത്രയും കാലം നമ്മൾ കേരളീയനാണെന്ന് ഇങ്ങനെ വലിയ ഡയലോഗ് അടിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ വിചാരം വയനാട് പോകാൻ ആകെ 2 ചുരം. അതായത് നമ്മൾ ആ ചുരത്തിലൂടെയാണ് പോയിട്ടുള്ളൂ. കണ്ണൂരിൽ നിന്ന് ഇങ്ങോട്ട് കയറുന്ന ഒരു ചുരം ഉണ്ട് എന്നുള്ളത് അറിയില്ലായിരുന്നു. അത് ആദ്യമായിട്ട് കാണുകയാണ്. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മളിതെല്ലാം കണ്ടു തീർത്തു. ഒന്നും കണ്ടു തീർത്തിട്ടില്ല. അങ്ങോട്ട് നോക്കി നോക്ക്. നമ്മനോട് ഞാൻ എടുക്കാൻ വേണ്ടി പറഞ്ഞതാണ്. മണീനോട് വെച്ചാൽ പറഞ്ഞു ചുരമൊന്നുമില്ല, ഒരു ചെറിയൊരു റോഡാണ് പറഞ്ഞു. പോയോണ്ടിരിക്കുമ്പോഴാണ് മനസ്സിലായത് ചുരം നല്ല ചുരമായിരുന്നു. അങ്ങനെ ഇതാണ് ഇപ്പോൾ നമ്മളെ വയനാട് ലിഫോൻ്റെ വീട്. ലിഫോൻ്റെ വീട് മുകളിലത്തെ ചുമര് കഴിഞ്ഞിട്ട് ഏകദേശം മാസങ്ങളായിട്ടോ. മാസങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സമയമായി. അപ്സ്റ്റെയർ ഇതുവരെ ചുമരെല്ലാം വർക്ക് കഴിഞ്ഞിട്ടുള്ളൂ, മെയിൻ സ്ലാബ് ചെയ്തിട്ടില്ല. മെയിൻ സ്ലാബ് ചെയ്യാത്തതിൻ്റെ കാരണം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ മെയിൻ സ്ലാബിൻ്റെ സ്റ്റാഫ് നാട്ടിൽ പോയിരിക്കുക. അതായത് ചേർത്തലയത്തെ മെയിൻ സ്ലാബും 2020 മെയിൻ സ്ലാബും കഴിഞ്ഞപ്പോൾ 1 മാസത്തെ വെക്കേഷന് വേണ്ടിയിട്ട് വികാസ് നാട്ടിൽ പോയിനാണ്. അപ്പോൾ ഇപ്പോൾ ജയരാജനും ടീമും ചെയ്യുന്നുണ്ട്. പക്ഷേ ലിഫോൻ എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും ആരും വേണ്ട, വികാസ് എന്താണോ നാട്ടിൽ നിന്ന് വരുന്നത് അന്ന് ചെയ്താൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ വികാസ് 23-ാം തീയതി വരില്ലേ. അപ്പോൾ 23-ാം തീയതി വന്നതിന് ശേഷം അതിൻ്റെ മുകളിൽ ചെയ്താൽ മതി എന്നാണ് ഓൻ പറയണത്. അതായത് നമ്മളെ സ്റ്റാഫ് ഒരു ഹിന്ദിക്കാരനാണ്, അത്യാവശ്യം നല്ലോണം മലയാളം അറിയും. അതേപോലെ തന്നെ അവൻ്റെ വർക്ക് കണ്ടിട്ടാണല്ലോ ഇപ്പോൾ ലിഫോ അങ്ങനെ പറയണത് അല്ലേ. ഇതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ വികാസ് തന്നെയാണ് ചെയ്തത്. ഇപ്പോൾ വികാസിനെ ഇപ്പോൾ നമ്മളെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക്, ഇപ്പോൾ സ്ഥിരം കാണുന്ന ആൾക്കാർക്ക് അറിയുണ്ടാവും, നമ്മളെ മാത്യു സാറിൻ്റെ സ്റ്റെപ്പ് അടിച്ചത് വികാസാണ്. അതേപോലെ തന്നെ സെയിം സ്റ്റെപ്പാണ് ഇപ്പോൾ നമ്മളെ ചേർത്തലയിൽ അടിച്ചിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ നേരത്തെ കണ്ട വീടിൻ്റെ സ്റ്റെപ്പും ഇതും വികാസ് അടിച്ചു തന്നെയാണ്. ഇത് വികാസ് ആയിരുന്നല്ലേ പറഞ്ഞത്. മറ്റേ സ്റ്റെപ്പിന് കുറച്ച് പ്രത്യേകതകളുണ്ടല്ലോ.
അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് വളരെ ഈസിയാണ്. വികാസം ഇന്നത് വേണമെന്ന് പറഞ്ഞിട്ട് സൈറ്റിൽ നിന്ന് പോന്നാൽ മതി, പെർഫെക്റ്റ് ആയിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ടാവും. ഈ ലിഫോൻ്റെ വീടിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആവാൻ പോണത് ഈ ഒരു ഡോറാണ്. ഈ ഡോർ വിത്ത് വിൻഡോ സാധാരണ ഒരു വീട്ടിലും അങ്ങനെ വെക്കണ കണ്ടിട്ടില്ല. ആൾക്കാർ അങ്ങനെ വെക്കാൻ സമ്മതിക്കാത്തതിൻ്റെ കാരണമായിട്ട് എന്നോട് പറഞ്ഞത് എന്താണെന്നറിയോ? ജനൽ താഴത്തേക്ക് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഇരുമ്പിൻ്റെ ജനൽ താഴത്തേക്ക് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തുടയ്ക്കണ സമയത്തൊക്കെ അതുമ്മിലാവില്ല എന്നാണ് ചോദിക്കണത്. അപ്പം ഞാൻ ഇപ്പം നാളെ കോഴിക്കോടത്തെ താത്തി ആ ചോദ്യം ചോദിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ ഡോർ ഫ്രെയിമിൻ്റെ അവിടെ അപ്പോൾ തുടക്കില്ല ചോദിച്ചു. അപ്പോൾ അവർ പറയും അത് ശരിയാണല്ലോ, ഡോറിൻ്റെ അവിടെയും തുടക്കിയാലോ. ശരിക്കും ഇപ്പം എല്ലാവരും വെക്കുമ്പോൾ എന്താ ചെയ്യുക, ഒരു കല്ല് മുകളിലേക്ക് പൊക്കി വയ്ക്കും. ഫ്രണ്ടിൽ അതിൻ്റെ ആവശ്യമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം നമ്മൾ മെയിൻ ഡോറ് ഇതേപോലത്തെ ഇരുമ്പിൻ്റെയാണ് വെക്കുന്നത് വെച്ചാൽ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ താഴെ വരെ ഉള്ളത് വെക്കുകയാണെങ്കിൽ ഒന്നും കൂടി ഭംഗിയായിരിക്കും കാണാൻ. ഇത് മുന്നേ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ലിഫോൻ്റെ വീട് ഒരു പ്രത്യേക തരം വീടാണ്. അതിൻ്റെ കോണി നമ്മൾ പുറത്തു കൂടെയാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇനി ഇതെല്ലാം മെയിൻ സ്ലാബിൽ നമ്മൾ കവർ ചെയ്യും. അപ്പോൾ അതൊരു കോർട്ട്യാർഡും കോണി റൂമും ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ലിഫോം ഈ പറഞ്ഞതുപോലെ പാരപ്പറ്റും ഷോവാളുകൾ മാത്രമല്ല, എല്ലാ സാധനം കോൺക്രീറ്റിലാണ് ചെയ്തത്. സത്യം പറഞ്ഞാൽ എനിക്കും ഇങ്ങനെ ചെയ്യണതാണ് ഇഷ്ടം. പക്ഷെ ഞങ്ങൾക്കുള്ളൊരു ബുദ്ധിമുട്ട് എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഒരു മെയിൻ സ്ലാബൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക്, കണ്ണൂരുള്ളൊരു പ്രൊജക്റ്റ് ഇപ്പോൾ ഇന്ന് എല്ലാ ടീമും ഓടുന്ന് പോകുന്നു അല്ലേ, സാധനങ്ങളും കയറ്റി പോകുന്നു. പക്ഷേ ഇനി നമ്മൾ ഈ ഒരു കോണിക്കൂട് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു പാരപ്പറ്റൊക്കെ കിട്ടാനായിട്ട് വീണ്ടും ഒരു വീട് പണി തുടങ്ങുന്ന സെയിം പ്രോസസ്സ് തന്നെയാണ്. അതായത് ഈ ടൂൾസ്, ഈ ഷീറ്റുകൾ എല്ലാം അങ്ങോട്ട് ട്രാൻസ്പോർട്ടേഷൻ ചെയ്തിട്ട് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ലല്ലോ. നേരെ മറിച്ച് അടുത്തടുത്ത് പ്രൊജക്റ്റുകളുള്ളതാണെങ്കിൽ കുഴപ്പമില്ല. ഇപ്പോൾ ലിഫോൻ്റെ ഇവിടെ ഇപ്പോൾ ഇനി വേറെ എന്തൊക്കെ ചെയ്യണമെന്ന് ലിഫോ പറയുന്നുണ്ട്. പക്ഷേ അതിനൊക്കെ എനിക്ക് കുഴപ്പമില്ല. കാരണം എന്താ വെച്ചാൽ നെക്സ്റ്റ് മന്ത് ഫസ്റ്റ് നമ്മൾ വയനാട്ടിലത്തെ നമ്മുടെ ഏറ്റവും ബിഗ്ഗസ്റ്റ് പ്രൊജക്റ്റായ 4000 എത്ര സ്ക്വയർ ഫീറ്റാണ്, 4200 സ്ക്വയർ ഫീറ്റിൻ്റെ വീട് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്, കാക്കവയൽ. അപ്പോൾ അത് ലിഫോൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സാധനങ്ങൾ ഷിഫ്റ്റ് ചെയ്യാൻ ഇതിനൊക്കെ വളരെ ഈസിയാണ്. മെയിനായിട്ട് ഞാനിങ്ങനെ ലോങ്ങൊക്കെ പോയി എടുക്കണത് ഇപ്പം ഇനി ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യുക എന്നുള്ളൊരു കാരണം കൊണ്ടാണ്. അതിൽ ഇപ്പോൾ കണ്ണൂർ വരെ എത്തി. ഇനി ആകെ ഒരു ജില്ലക്കാർക്ക് മാത്രമേ ഉള്ളൂ മുൻഗണന, അത് കാസർഗോഡുകാർക്കാണ്. കാരണം കാസർഗോഡിൽ മാത്രമാണ് 14 ജില്ലയിൽ ലൈന കൺസ്ട്രക്ഷൻ്റെ വീടില്ലാത്തത്. അവിടെയും കൊണ്ട് ഒരു വീടായിട്ട് വേണം നമ്മൾക്ക് ഈ ഓട്ടം ഒന്ന് റിഡ്യൂസ് ചെയ്യാൻ. വയ്യ, ഓടി 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 ഊണ് ഉറക്കമില്ലാത്ത മാതിരി ഓടിക്കഴിഞ്ഞാൽ വല്ലാണ്ട് ഓടില്ല നമ്മളല്ലേ. അപ്പോൾ കുറച്ച് കുറയ്ക്കണം. ഇതെന്താണെന്നറിയില്ല, ഞങ്ങൾ കോൺക്രീറ്റിൻ്റെ വീട് വെക്കണോണ്ടോന്നറിയില്ല, ഈ സ്ഥലത്ത് അതായത് ആ കിണർ ഫുൾ അടി മുതൽ കോൺക്രീറ്റ് ചെയ്ത് കയറ്റിയിരിക്കുകയാണ് ഡോക്ടർ. അതേപോലെ റിങ് ഇറക്കിയും കൂടി ഇല്ല, അടി മുതൽ കോൺക്രീറ്റിൽ കയറ്റി. ഇനിയിപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഈ ചുമര് മൊത്തം ഇപ്പോൾ ഏകദേശം അത് റിട്ടേണിംഗ് വാൾ പകുതി ആയിട്ടുണ്ടാവും. ഞങ്ങളിത് അന്ന് പോയപ്പോൾ എടുത്തതാണ്. അതായത് ഈ മാസം അവസാനം ആകുമ്പോഴേക്കും അവരിത് തീരും. റിട്ടേണിംഗ് വാൾ തീർന്നതിന് ശേഷം വേണം എനിക്കത് സെറ്റിംഗ് ഔട്ട് ചെയ്ത് ഇവിടുത്തെ ബേസ്മെൻറ്റിൻ്റെ വർക്ക് തുടങ്ങാനായിട്ട്. ഇത് നമ്മളിതിന് മുന്നേ വീഡിയോ ഇട്ടിട്ടുണ്ട്, വയനാടാണ്. ആ പറഞ്ഞ പ്രൊജക്റ്റാണ്. 4200 സ്ക്വയർ ഫീറ്റിൻ്റെ വീടാണ്. ഇപ്പം നിങ്ങൾ കണ്ടില്ലേ, ഇത്രയും വലിയ വീട് നമ്മൾ വെച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇത്രയും വലിയ റീറ്റേണിംഗ് വാൾ ചെയ്യാൻ ഞങ്ങൾക്ക് സമയമില്ലാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ അവരതും ഞങ്ങളെ കൊണ്ട് തന്നെ ചെയ്യിച്ചാണ്. ഇപ്പോൾ റീറ്റേണിംഗ് വാൾ ചെയ്യുന്ന ആൾക്കാർ അവിടെ അവൈലബിൾ ആയ കാരണം കൊണ്ട് അത് അവരെയും കൊണ്ട് ചെയ്യിക്കുകയാണ്. അങ്ങനെയാണ് മാക്സിമം നമ്മളും പറയാറ്. ബേസ്മെൻറ്റ് ഇടാൻ പറ്റുന്ന ആൾക്കാർ ഏറ്റവും നല്ലത് അവർ ബേസ്മെൻറ്റ് ഇടണം അല്ലേ. നമ്മളെ മെത്തേഡിൽ ചുമര് വെക്കുക എന്നുള്ളതാണ് നമ്മളൊരു ഹൈലൈറ്റ്. അപ്പം നമുക്ക് ചുമര് വെച്ച് പെട്ടെന്ന് വീട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരു 1000 സ്ക്വയർ ഫീറ്റ് വീട് ഒരു മാസമൊക്കെ മതി. പക്ഷേ ഇതിപ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ ഞങ്ങളിപ്പോൾ കോണ്ടാക്ട് ചെയ്യുന്ന ആൾക്കാർക്ക് കംപ്ലീറ്റ് ബേസ്മെൻറ്റും നമ്മൾ തന്നെ ചെയ്യണമെന്ന് പറയുമ്പോൾ 4 ടീം വെച്ചിട്ടാണ് ഇപ്പോൾ ഞങ്ങളല്ലേ, ഒരു 4 ടീം വെച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ ചുമരിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബേസ്മെൻറ്റും കൂടി വരുന്ന സമയത്ത് ഞാനും ഇൻവോൾവ് ആവണം, ഇതേപോലെ 1-2 ടീമും അതിൽ ഇൻവോൾവ് ആവേണ്ട ഒരു അവസ്ഥയാണ്. അത് കാരണം കൊണ്ട് വീടുകൾ കുറച്ച് സ്ലോ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ സ്ലോവിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തന്നെ എത്ര ബേസ്മെൻറ്റിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പിറവത്തൊരു വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, തൃശ്ശൂർ ഒരെണ്ണം, നമ്മളെ കോട്ടയത്ത് ആതിരമ്പുഴയിലൊന്നും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇനി തൃശ്ശൂർ ഒരെണ്ണം ഞങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാണ്ട്. ഇപ്പം നേരത്തെ നിങ്ങൾ കണ്ട വയനാട്, പിന്നെ തിരുവനന്തപുരത്ത് ഒരെണ്ണമുണ്ട്.
അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ വളരെ സുഖമാണ്. അതായത് തിരുവനന്തപുരം, തൃശ്ശൂർ, വയനാട് എന്നൊക്കെ പറയുമ്പോൾ ഈ ബേസ്മെൻ്റ് ആവുകൊണ്ടാണ്. നേരെ മറിച്ച് ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കോഴിക്കോട് ഒരു ശ്രീനി അമ്മുവിൻ്റെ അനിയനൊരു വീട് വയ്ക്കാൻ പോയി. ആകെ 2 വിസിറ്റാണ് ഞങ്ങൾ നടത്തിയത് അല്ലേ. 700 സ്ക്വയർ ഫീറ്റ് വീടേ ഉള്ളൂ. തുടങ്ങണ അന്നും പോയി, അവസാനിക്കണ അന്നും പോയി. അതേപോലെ തന്നെ കണ്ണൂർ നമ്മുടെ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് മണിയാണ്. ആ സൈറ്റിലേക്ക് ഞങ്ങൾ 2 പ്രാവശ്യമേ പോയിട്ടുള്ളൂ. അതിപ്പോൾ ഇന്നലെ മിനിഞ്ഞാന്ന് മണി അവിടുത്തെ വർക്കെല്ലാം കഴിഞ്ഞ് പോന്നു. ബാക്കിയുള്ള എറണാകുളത്ത് എത്തിയിട്ടുണ്ട്. ഷെരീഫ് ബാക്കിയുള്ള പിള്ളേരെല്ലാവരും പോയിട്ട് ഇപ്പോൾ കൊടുന്ന് ഇപ്പോഴാണ് ഷെരീഫ് റൂമിലെത്തിയിട്ട് ഫോട്ടോ ഇട്ടത്. അങ്ങനെ വയനാട്ടിൽ നിന്ന് പിന്നെ നേരെ അടുത്ത സ്വീകരണ കേന്ദ്രം ഊട്ടിയാണ്. അതും ഒരു പ്രൊജക്റ്റ് ബുക്കിങ്ങിന് വേണ്ടി പോയതാണ്. ഇതിൻ്റെ ഇടയിലൂടെ പറയാണ്, സെൻട്രിങ്ങിൻ്റെ വർക്ക് ആരെങ്കിലും ഇപ്പോൾ നിലവിൽ ചെയ്തു കൊടുക്കണവരാരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് സെൻട്രിങ്ങിൻ്റെ വർക്കുകൾ കുറേ പെൻഡിങ് ഉണ്ട് കേട്ടോ. സബ് തരാം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ 2-3 കോൾസ്. കാരണം നമ്മൾ ഈ 4 വീടൊക്കെ ഒരു മാസം ചെയ്യണ സമയത്തേ നമുക്കിപ്പോൾ ആകെയുള്ളത് ഒരു ടീം. ആ ഒരു ടീമിനെയും കൊണ്ട് ഒരിക്കലും നടക്കില്ല. ഒന്നാമത്തെ കാര്യം, ഒരുപാട് ദൂരങ്ങളിൽ വർക്കാവുമ്പോൾ ഇവരെയും കൊണ്ട് എത്തിപ്പെടാൻ പറ്റില്ല. അപ്പോൾ അതാണ് ഒന്നാമത്തെ കാര്യം. അപ്പോൾ ആരെങ്കിലും വർക്കിന് താല്പര്യം ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അല്ലേ, നമ്മളെ ഈ നമ്പറിൽ തന്നെ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ തരാം. അപ്പോൾ അങ്ങനെ ഊട്ടി എന്ന് പറയണത് അമ്മൂന് തീരെ ഇഷ്ടമില്ലാത്ത സ്ഥലമാണ്. കാരണം തണുപ്പുള്ള ഒരു സ്ഥലങ്ങൾ എനിക്ക് ഇപ്പോൾ കട്ടപ്പനത്തെ ക്ലൈമറ്റ് എങ്ങനെയുണ്ട്? ഇപ്പോൾ പകൽ ചൂട്, വൈകുന്നേരം പുലർച്ചെ നല്ല തണുപ്പ്. ഇപ്പോൾ നല്ല ക്ലൈമറ്റാണ്. കട്ടപ്പനയിൽ നമ്മുടെ നാട്ടിലത്തെ അത്ര ചൂടും ഇല്ല കേട്ടോ, ഹെവി ചൂടല്ല. പിന്നെ ഒന്നും നോക്കിയില്ല, ഞങ്ങൾ ഊട്ടി പോയപ്പോൾ ഇനി ചത്ത് കിടക്കണമെങ്കിൽ ചമഞ്ഞ് കിടന്നോട്ടെ എന്ന് എഴുതിയിട്ട് നല്ലൊരു ഹോട്ടലിൽ എടുത്തു. കാരണം അമ്മൂന് പിശുക്കിയാണ്, അത് വേറെ കാര്യം. ഞാൻ പിന്നെ എന്തെങ്കിലുമൊക്കെ രാജകീയമായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. കുറച്ച് സമയത്തിനായിട്ട് ഇത്രയും സ്പെൻഡ് ചെയ്യാനോട് താല്പര്യമില്ല. ഞാനങ്ങനെ ഇതാവാൻ കാരണം എന്താ വെച്ചാൽ, ഞാൻ പുറത്ത് ജീവിച്ച ആളായതുകൊണ്ട് എനിക്ക് അവിടെ എൻ്റെ കമ്പനി അക്കോമഡേഷനൊക്കെ അത്യാവശ്യം നല്ല 3 സ്റ്റാർ ഹോട്ടലും 5 സ്റ്റാർ ഹോട്ടലൊക്കെയാണ് എടുത്ത് തന്നിരുന്നത്, ഇതേപോലെ പുറത്ത് ജോലിക്ക് വേണ്ടി പോണ സമയത്ത്. അപ്പം ഞാൻ ഇപ്പം നാട്ടിൽ സ്ഥിരമായ സമയത്ത് ഇപ്പോൾ നമ്മളെ വീട് അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ റെൻറ്റിനെടുത്ത വീടൊക്കെ അല്ലേ, അപ്പോൾ എപ്പോഴേലൊക്കെ അതൊന്ന് ഒരു എന്താ അതിന് പറയുക, നൊസ്റ്റാൾജിക്കൽ ഫീൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇടയ്ക്കൊക്കെ ഒന്ന് ഇതേപോലെ പോയി താമസിക്കുമ്പോഴാണ് എനിക്കൊരു സമാധാനമുള്ളൂ. പക്ഷേ പണ്ടത്തെ ഇപ്പോഴത്തെയും വ്യത്യാസം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, പണ്ട് നമ്മളെ കമ്പനീൻ്റെ മുതലാളി കാശ് കൊടുത്തിരുന്നു. മുതലാളിക്കും കൊടുക്കണ്ട. കാരണം നമ്മളിപ്പോൾ എൻ്റെ ജോബ് അങ്ങനത്തെ ആയിരുന്നല്ലോ. അപ്പോൾ നമ്മളാരാണോ കൊണ്ടുപോകുന്നത് ആ കമ്പനിക്കാരാണ് പേ ചെയ്യുക. അതുകൊണ്ട് എൻ്റെ മുതലാളിക്കും വന്ന് പൈസയൊന്നും കൊടുക്കണ്ട. അപ്പോൾ ഇപ്പോൾ മുതലാളി അമ്മു ആയതുകൊണ്ട് ഓൾക്ക് ഇതിൻ്റെയൊക്കെ പേയ്മെൻറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം എന്താ വെച്ചാൽ ഇതിന് അത്യാവശ്യം മെല്ലെ അങ്ങനത്തെ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ ഞാൻ മെല്ലെ ഒഴിഞ്ഞു മാറില്ല കേട്ടോ. എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഞാൻ പേ ചെയ്യാറില്ല. ഇത് കുറച്ച് എക്സ്പെൻസീവാണ് ഈ ഹോട്ടൽ. ഞങ്ങളിപ്പോൾ അടുത്ത് ഇതേപോലെ എക്സ്പെൻസീവായ ഒരു ഹോട്ടലിൽ താമസിച്ചത്. അത് ഇതേപോലെ കോയമ്പത്തൂരായിരുന്നു. അത് പിന്നെ ഫ്രീ ഓഫ് കോസ്റ്റ് ആയിരുന്നു. അതന്നൊരു വീഡിയോ ഇട്ടിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഒരു പ്രൊജക്റ്റിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇതേപോലെ തന്നെ വേറൊരു ടീം വിളിച്ചതാണ്. അപ്പോൾ അവർ നമ്മൾക്ക് എടുത്തു തന്നു. അതും അത്യാവശ്യം നല്ലൊരു 10,000 രൂപ എക്സ്പെൻസ് വരുന്ന ഒരു ഹോട്ടലായിരുന്നു. പക്ഷേ ഇന്ന് വിളിച്ച ക്ലയൻറ്റ് നമ്മളവിടെ നിൽക്കണ പ്ലാനും അങ്ങനെ അതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല. ഞങ്ങളെന്തായാലും ഇത്രയും ഓടി ടയേർഡായതല്ലേ, അപ്പോൾ ഒരു ദിവസം റെസ്റ്റ് എടുക്കാമെന്ന് കരുതിയിട്ട് ഊട്ടിയിൽ നിന്നിട്ട് നാളെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതും ഏകദേശം ആ ഒരു റേഞ്ചിൽ വരുന്ന ഹോട്ടലാണ് അല്ലേ. എത്ര 10 ചില്ലറയും വന്നില്ലേ, ടാക്സൊക്കെ അടക്കം 10ൻ്റെ മുകളിൽ വരും. പിന്നെ എന്തൊരു സമാധാനം വെച്ചാൽ തൊട്ടപ്പുറത്തെ റൂമിൽ രോഹിഷെട്ടി കടന്നുറങ്ങുന്നുണ്ടല്ലോ എന്നുള്ളവർ ആലോചിച്ചിട്ട് ഇവിടെ ഒരുവിധം എല്ലാ ആക്ടേഴ്സും ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ സ്റ്റേ ചെയ്യണ ഈ ദിവസം രോഹിഷെട്ടി, അതായത് ഹിന്ദി സിനിമ നടനല്ല ഡയറക്ടർ രോഹിഷെട്ടിയും ടീമും അവിടെ ഒരു ഫിലിം ഷൂട്ടിങ്ങിന് വേണ്ടി വന്നിട്ടുണ്ട്. ആക്ടേഴ്സ് ഉണ്ടായിരുന്നു, ഹിന്ദി ആക്ടേഴ്സും. പിന്നെ ഒന്നും നോക്കിയില്ല, അമ്മൂന് 2 കഴിക്കണം എന്ന് പറഞ്ഞു. നേരെ താഴെ പോയി ബാറ് പോയിരുന്നിട്ട് 2 അടിച്ച് റിലാക്സ് ആയിട്ടൊന്ന് കടന്നുറങ്ങാമെന്ന് കരുതി. പക്ഷെ അവൾക്ക് ഏത് ബ്രാൻഡാണ് വേണ്ടെന്നുള്ളത് കൊണ്ട് കൺഫ്യൂഷനാണ്. കാരണം ഏതടിച്ചാലാണ് ഛർദ്ദിക്കാണ്ടിരിക്കുക എന്നുള്ളത് അതൊന്നും എഴുതി വയ്ക്കണമല്ലേ. ഇതടിച്ച് കഴിഞ്ഞാൽ ഛർദ്ദിക്കില്ല എന്നുള്ളതൊരു ബ്രാൻഡ് എഴുതുകയാണെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ എന്താ വെച്ചാൽ സ്ഥിരമല്ലാത്തത് കൊണ്ട് ഉള്ള കുഴപ്പമാണ് അവൾക്ക്. ഞാനും സ്ഥിരം കഴിക്കാറില്ല, എപ്പോഴേലൊക്കെ എന്താ പറയുക ഒക്കേഷനിലൊക്കെ കഴിക്കാറുണ്ട്. ഇപ്പോൾ ഒരു കാലത്ത് കുറച്ച് പറ്റ നിർത്തിയായിരുന്നു.
ഇപ്പോൾ രോഹിത് ഷെട്ടി ഇപ്പോൾ ഭക്ഷണം കഴിക്കാൻ വരുമെന്ന് വിചാരിച്ചിട്ട് ഇരിക്കുകയാണ് അമ്മു. പക്ഷേ അപ്പോൾ അവരോട് ചോദിച്ചാൽ പറഞ്ഞു ആൾ ഡയറ്റാണ്, നമ്മളാണ് ഇങ്ങനെ ഫുള്ള് വയറ് നിറച്ച് കഴിക്കണത്. രാത്രി സൂപ്പ് മാത്രമേ കുടിക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ വിചാരിച്ചു രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വരുന്നു, ബ്രേക്ക്ഫാസ്റ്റിന് ആൾ ബ്രേക്ക്ഫാസ്റ്റേ കഴിക്കില്ല, ബ്രേക്ക്ഫാസ്റ്റ് തന്നെ സ്കിപ്പ് ചിലപ്പോൾ കുറച്ച് കോൺഫ്ലേക്സ് മാത്രമേ കഴിക്കുള്ളൂ എന്ന് പറഞ്ഞു. ഇപ്പം ഞങ്ങൾ ഈ ഹോട്ടൽ എടുക്കാനായിട്ട് പോയതല്ല കേട്ടോ, കാരണം ഊട്ടിയിലെത്തിയ സമയത്ത് നമ്മൾക്ക് ചാർജിങ് ചെയ്യണം. അപ്പോൾ മാക്സിമം ഞങ്ങൾ ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ നോക്കുക എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ ചാർജിങ് സ്റ്റേഷനുള്ള ഹോട്ടലാണെന്ന് നോക്കുക അല്ലേ. അപ്പോൾ ചാർജിങ് സ്റ്റേഷനുള്ള ഹോട്ടൽ നോക്കിക്കഴിഞ്ഞാൽ എന്താ സുഖം വെച്ചാൽ നമുക്ക് അവിടെ സുഖമായിട്ട് വണ്ടി ഇട്ട് ഭക്ഷണം കഴിച്ച് കിടക്കാനാകുമ്പോഴേക്കും നമ്മളെ വണ്ടി ഫുൾ ചാർജ് ആവും. പിന്നെ നാളെ അതിന് വേണ്ടിയിട്ടൊരു ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു രാജാവിനെ നിർത്തിയിട്ടുണ്ട്. വണ്ടി നമുക്ക് പ്രാന്തായതുകൊണ്ടും പിന്നെ അമ്മൂനൊന്നും മനസ്സിലായിട്ടില്ല ഇത് എന്തിനാണ് ഞാനിത് എടുക്കണമെന്നുള്ളത്. അത് വണ്ടി പ്രാന്തന്മാർക്കേ ഉള്ളൂ അങ്ങനത്തെ വണ്ടിയൊക്കെ കാണുമ്പോൾ. പിന്നെ ഇതിലൊരു വാൾ ഓഫ് ഫെയിം ഉണ്ട് പറഞ്ഞിട്ട് എടുത്തിട്ടുണ്ടല്ല, അതിൽ വിജയ് സേതുപതി എഴുതിയിട്ടുണ്ട് കേട്ടോ ഈ കാറിനെ പറ്റിയിട്ട്. എഴുതിയോ? എഴുതിയിട്ടുണ്ട്. അത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അവിടെ ഹോട്ടലിൽ ആരൊക്കെ സ്റ്റേ ചെയ്തു എന്നുള്ളതൊക്കെ ഞാൻ അവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അതിപ്പോൾ ഇതിൽ ഇട്ടണമെന്ന് എനിക്കറിയില്ല. ഊട്ടി പോയിന്നാണ്. ഊട്ടിയിൽ സത്യം പറഞ്ഞാൽ വൈകുന്നേരം ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ അമ്മ സമ്മതിക്കൂല, കാരണം തണുപ്പ് അമ്മൂന് തീരെ പറ്റില്ല. ശരിക്ക് ഊട്ടി നമ്മൾ എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വൈകുന്നേരം പുറത്തിറങ്ങിയിട്ട് ആ തണുപ്പൊക്കെ ഒന്ന് കൊണ്ടാലാണ് ശരിക്കും എൻ്റെ ഊട്ടീൻ്റെ ഒരു ഫീല് കിട്ടുക അല്ലേ. എനിക്ക് അത്ര സഹിക്കാൻ പറ്റില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു തണുപ്പിന് അല്ലെങ്കിൽ ഈ റൂമിൽ കിടക്കാനാണെങ്കിൽ നമുക്ക് നമ്മളെ വീട്ടിൽ തന്നെ AC ഫുള്ളാക്കിയിട്ടിട്ട് റൂമിൽ കിടന്നു കഴിഞ്ഞാൽ ഊട്ടിയാണെന്ന് പറഞ്ഞാൽ പോരെ. കാരണം ഊട്ടി എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഊട്ടി പോയി കിടന്നിട്ട് കറങ്ങണം. കാന്തല്ലൂർ പോയിട്ട് ആകുമ്പോൾ കാന്തല്ലൂരിൽ നിന്ന് പുറത്തേക്ക് തന്നെ ഇറങ്ങിയിട്ടില്ല, കാരണം അന്ന് അവിടെ 14-15 ഡിഗ്രി ആയിരുന്നു. അത് കാരണം അത് പുറത്തേക്ക് തന്നെ ഇറങ്ങിയിട്ടില്ല. ഹോട്ടൽ 10 റുപ്യ കൊടുത്തു കഴിഞ്ഞാലും വ്യൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അന്യായ വ്യൂ ആണ് അല്ലേ. പ്രത്യേകിച്ച് ഊട്ടിയിലും കൂടി ആവുകൊണ്ട് ഇപ്പോൾ രാവിലെ ഈ നേരത്ത് നല്ല അടിപൊളിയായിരുന്നു. ഈ ഹോട്ടലിൻ്റെ പേര് ജംലാർക്കോ അങ്ങനെ എന്തോ ആയിരുന്നു കേട്ടോ പേര്, ഇപ്പം അത്ര ഓർമ്മ കിട്ടുന്നില്ല. ഒരുവിധം ഫിലിം ഷൂട്ടിന് വരുമ്പോൾ മിക്ക ആക്ടേഴ്സും ഇവിടെ തന്നെയാണ് കേട്ടോ താമസിക്കുന്നത്. ഇതൊക്കെ ഇവരോട് സ്റ്റേ ചെയ്ത ആൾക്കാരാണ്. കാരണം ഒരു ഓട്ടോഗ്രാഫാണ് വിത്ത് സൈൻ അടക്കമാണ്. അവരുടെ അഭിപ്രായങ്ങളൊക്കെ അതിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ സൂം ചെയ്ത് എടുത്തില്ല എന്ന് മാത്രം, കാരണം എല്ലാവരും അവരൊരു അഭിപ്രായം, അജിത്തും ഒരുവിധം എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോൾ കാരണം ഇവിടെ ഷൂട്ട് വരുന്ന സമയത്ത് അവിടുത്തെ ഏറ്റവും നല്ല ഹോട്ടലിലായിരിക്കുമല്ലോ അവർ നിൽക്കുക. പിന്നെ ഞാൻ നോക്കിയപ്പോൾ ആകെ മലയാളത്തിൽ ആകെ ഒരു നടിയുടെ ഫോട്ടോ മാത്രമേ അതിൽ കണ്ടുള്ളൂ. അപ്പോൾ ഈ മോഹൻലാലും മമ്മൂട്ടിയെ കൂട്ടി പോകുമ്പോൾ അവരിവിടെ നിന്നിട്ടില്ല പറഞ്ഞോട്ടോ. അവരിവിടെ നിന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇവിടെ കാണേണ്ടതാണ്. അവരുടെ ഫോട്ടോ ഇല്ല. മലയാളി സ്റ്റാർസിന്റെ ഫോട്ടോസ് ഒന്നും അവിടെ കണ്ടില്ല. ഹിന്ദി ഒരുവിധം എല്ലാവരും ഉണ്ട്, തമിഴും ഒരുവിധം എല്ലാവരും ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ അവിടെ ഫേവറേറ്റ് റൂംസും ഉണ്ടാവും. അപ്പോൾ നമ്മളും ഈ പറഞ്ഞ മാതിരി പറയാൻ പറ്റില്ല, അവരുടെ ഫേവറേറ്റ് റൂംസിലാണ് നിൽക്കണം കേട്ടോ. റോഹിത് ഷെട്ടി നിൽക്കണം. പിന്നെ ഇന്നെ വല്ലാണ്ട് ആൾ നിർബന്ധിച്ചപ്പോൾ ഞാനൊരു സെൽഫി എടുത്തു. അല്ലാണ്ട് അപ്പോൾ നമുക്ക് തീരെ താല്പര്യമില്ല. പൊതുവേ എനിക്ക് താല്പര്യമില്ല കേട്ടോ. പിന്നെ അത് രോഹിത് ഷെട്ടി ആയ കാരണം കൊണ്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ പോണ പല സ്ഥലങ്ങളിലും പല ആൾക്കാരൊക്കെ മീറ്റ് ചെയ്യാറൊക്കെ ഉണ്ട്. പിന്നെ എന്താ വെച്ചാൽ അവർ ഇപ്പം നമ്മളെ പോലെ തന്നെ അവരൊക്കെ അവരുടേതായ തിരക്കിലും ഇതിലും ആയിരിക്കും. അപ്പോൾ നമ്മൾ പോയിട്ട് ഇതാവണ്ടെന്ന് കരുതിയിട്ടാണ്. സത്യത്തിൽ അതാണ് ഞാൻ ഈ ഒരു ചെറിയൊരു കൺസ്ട്രക്ഷൻ കമ്പനി നടക്കുന്നത് നമുക്ക് തന്നെ ആലോചിച്ചൊക്കെ നിൽക്കാൻ നേരമില്ല. അപ്പോൾ ഇത്രയും കോടിക്കണക്കിന് ഉറുപ്പ്യ ചിലവാക്കിയിട്ട് സിനിമ നിർമ്മിക്കണം, ഇവരൊക്കെ ഒരു തിരക്കെന്തായിരിക്കും എന്നുള്ളത് ചിന്തിച്ചാൽ മനസ്സിലാക്കിക്കൂടെ. അതുകൊണ്ട് ഞാൻ അയാൾ നിർബന്ധിച്ചപ്പോൾ ഒരു ഫോട്ടോന് പോസ്റ്റ് ചെയ്ത് കൊടുത്തെന്ന് മാത്രം. ഇതാണ് ഊട്ടിയിലെ ഷൂട്ടിംഗ് പോയിൻ്റ്. അതിപ്പോൾ പുല്ലൊക്കെ ആകെ ഉണങ്ങിയിട്ട് കാണാനൊരു രസമില്ല അല്ലേ. ശരിക്ക് ഒരുപാട് സിനിമകളിലെ പാട്ട് സീനും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് ഊട്ടിയിൽ വരുമ്പോൾ ഷൂട്ടിംഗ് പോയിന്റിൽ വെച്ചിട്ടാണ് നല്ല ഗാർഡൻ സെറ്റ് ചെയ്തിട്ട് അതൊക്കെ ചെയ്യാറ്. പക്ഷേ അതിന് മുകളിലേക്ക് നടന്ന് കയറാൻ തന്നെ അമ്മൂന് ഒരു 10 വട്ടയിലും അവൾ നിന്നിട്ടുണ്ടാവും. എന്നിട്ട് ഞാൻ സ്മോക്ക് ചെയ്യണതിന് എന്നെ കുറ്റം പറയും. അവളെക്കാളും ഏകദേശം ഒരു 5-8 വയസ്സും എനിക്ക് കൂടും. ഞാൻ സ്മോക്ക് ചെയ്യണ പ്രശ്നമാണ്, പക്ഷെ അവൾക്കാണ് നടക്കാൻ ബുദ്ധിമുട്ട്. അപ്പോൾ സ്റ്റാമിന എന്ന് പറയണത് എനിക്ക് സ്റ്റാമിന കുറച്ച് കുറവാണ്. അതാണ് പറയണത്. അങ്ങനെ നമ്മളെ വണ്ടീൻ്റെ അടുത്ത് ഈ പറഞ്ഞ മാതിരി സെൽഫി എടുക്കാനൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട്. ഇത് ഞാൻ ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നത്. എൻ്റെ വീട്ടിൽ അച്ഛൻ കൃഷി ചെയ്യണ ആ കൃഷി വന്നിട്ട് ഞങ്ങളെ തിന്ന് സഹായിക്കണ തത്തമ്മയാണ്. അപ്പോൾ ഇന്ന് ആളെ ഒറ്റയ്ക്കേ ഉള്ളൂ. ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുരി അവർ തിന്നും, പിന്നെ അതിൻ്റെ തൊലി വെച്ചിട്ടാണ് ഞങ്ങൾ കറി ഉണ്ടാക്കാറ്, അല്ലാണ്ട് വേറെ ഓപ്ഷൻ ഇല്ല. അത്യാവശ്യം നല്ല രീതിയിൽ ഞങ്ങളുടെ പച്ചക്കറി കൃഷി പോകുന്നുണ്ട്. അച്ഛൻ്റെ നല്ലൊരു പ്രയത്നം അതിൻ്റെ പുറകിലുണ്ട് കേട്ടോ. നമ്മൾ ആദ്യം നമ്മളൊരു ജയരാജനോട് പറഞ്ഞ ഒരു പച്ചക്കറിയൊക്കെ നടാൻ പറ്റിയൊരു ഹിന്ദിക്കാരനെ കൊന്നൊരു പറഞ്ഞപ്പോൾ ടൗണിൽ പോയിട്ട് ഒരാളെ കൊടുന്നു തന്നു. കാരണം അപ്പോൾ ജയരാജൻ ഇവിടെ ആയതുകൊണ്ട് സ്ഥിരം ആൾക്കാരൊന്നും അറിയില്ലല്ലോ. ആ പച്ചക്കറി നടൻ അന്ന് വരാൻ തുടങ്ങിയതാണ്. ഡെയിലി
ഇടയ്ക്കിടയ്ക്ക് ആഴ്ചയിൽ വരും. അപ്പം കഴിഞ്ഞ ദിവസം ഹർത്താലുണ്ടായപ്പോൾ 2 ദിവസം ഞങ്ങളുടെ വീട്ടിലായിരുന്നു സ്റ്റേ കേട്ടോ ഹിന്ദിക്കാരൻ. അപ്പോൾ ഫുൾ ഡേ മൂപ്പരെ നിർത്തിയിട്ടാണ് ഇപ്പോൾ നമ്മൾ ഈ പച്ചക്കറികളൊക്കെ ഉണ്ടാക്കണത്. പക്ഷേ ഇത് പൈസ നോക്കിയിട്ടല്ല, അച്ഛനൊരു എൻ്റർടൈൻമെൻറ്റ്, അതേപോലെ വീട്ടുകാർക്ക് വിഷമില്ലാത്ത പച്ചക്കറി കഴിക്കാം. അതുപോലെ വീട്ടിൽ പോകുമ്പോൾ ഒരു നല്ലൊരു വൈബാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ സ്ഥലമൊന്നും അല്ല, ഞങ്ങൾ പാട്ടത്തിനെടുത്തുന്ന സ്ഥലമാണ്. ഞങ്ങൾ പാട്ടത്തിനെടുത്തിട്ട് പച്ചക്കറി നടുകയാണ്. അപ്പോൾ അത് വെറുതെ ഒരു രസത്തിന് അച്ഛനൊരു എൻ്റർടൈൻമെൻറ്റ്. അച്ഛൻ ഓൾറെഡി കടയൊക്കെ ഉണ്ട്, എങ്കിലും അച്ഛനൊരു രസം, സന്തോഷം, അതിന് വേണ്ടി ചെയ്യണതാ. ഉണ്ടാവും. ഇതേ വരെ പച്ചക്കറി കാണാത്ത പിള്ളേരാണ്. അതായത് ആ വീട്ടിൽ അത് ഉണ്ട് എന്നുള്ളത് ഞങ്ങൾ നാട്ടിൽ പോയപ്പോഴാണ് അവർ പറഞ്ഞത് ഇവിടെ ഇതൊക്കെ ഉണ്ടായിനോ. റൂമിൻ്റെ തൊട്ടടുത്താണ്, അതിൻ്റെ തൊട്ടടുത്ത് അവർ കടന്നുറങ്ങണത്. പക്ഷെ അവർ കണ്ടിട്ടില്ല. അങ്ങനെ ഞങ്ങളെ ഒരു ഗസ്റ്റ് ഉണ്ടായിരുന്നു അവിടെ, എൻ്റെ ഫ്രണ്ടിൻ്റെ ഏട്ടൻ. അത് നമ്മുടെ മണിക്കാക്കുമാണ് ഞങ്ങൾക്ക് ഈ സ്ഥലമൊക്കെ പാട്ടത്തിന് എടുക്കാനും ഇതിൻ്റെ ആളോടൊക്കെ സംസാരിച്ചത്. അപ്പം മണിക്കാക്കുവിന് ഞങ്ങളുടെ ഒരു സ്നേഹ സമ്മാനം കുട്ടികൾ കൊണ്ടുപോയി കൊടുക്കുകയാണ്. ഈ മണിക്കാക്കുവിൻ്റെ അനിയൻ്റെ സ്ഥലം, അതായത് എൻ്റെ ഫ്രണ്ട് മണിക്കാക്കുവിൻ്റെ ഏറ്റവും ചെറിയ അനിയനാണ്. വേറൊരു അനിയൻ്റെ സ്ഥലമായിരുന്നു ഇപ്പം നമ്മൾ ഈ വീടിരിക്കുന്ന സ്ഥലം. അങ്ങനെയാണ് ഞങ്ങളും മണിക്കാക്കുമൊക്കെ തമ്മിലുള്ള കണക്ഷൻ. അപ്പോൾ മണിക്കാക്കൂർ ആദ്യം ഉണ്ടായ പച്ചക്കറി കുട്ടികൾ. പക്ഷെ മനോന്റെ ഫ്രണ്ടിനേക്കാൾ കൂടുതൽ ഇപ്പോൾ ഫ്രണ്ടിന്റെ ഏട്ടനാട്ടോ ഞങ്ങളോട് കണക്ഷൻ. ഞങ്ങളെ കണ്ടില്ല, നമുക്ക് വൈബ് അങ്ങനെയാണ്. അതായത് ഇൻ്റെ ഏജിന് പ്രായമായ, മറ്റേത് അബുതായർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റെക്കാളും സെയിം ഏജ് അല്ലേ. മണിക്കാക്കു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് കറക്റ്റ് ഏജ്. വന്നു കഴിഞ്ഞാൽ അമ്മ വിളിക്കും. അപ്പം അത് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം കേട്ടോ. ഞങ്ങളെ കണ്ടില്ല. ഇപ്പം ഞങ്ങളില്ലാന്നുണ്ടെങ്കിൽ അമ്മയുടെ അടുത്ത് ഒരു മാസത്തിൽ ഒരു വട്ടയിൽ അതിനൊന്ന് വന്ന് കയറി നോക്കി പോയിട്ടേ ഉള്ള ആൾ പോവുക. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇനിയിപ്പോൾ നമ്മളെ വണ്ടിയുടെ ബാക്കൊക്കെ നേരെയാക്കാൻ കൊടുക്കണം. അപ്പോൾ അടുത്ത വീഡിയോ നാളെ.